ഒരു ആ, ഐഡിയോളജി മനുഷ്യന്മാരുണ്ടാക്കിയാൽ അതെ. എങ്ങനെ വന്നാലും അതിന്റെ ഒരു എക്സ്ട്രീമിലേക്ക് പോകും. അതായത് അത് തുടങ്ങുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള അതെ. ആപ്തവാക്യങ്ങളൊക്കെ ആയിരിക്കും പറയുക. പക്ഷെ അത് കുറച്ചുനാൾ കഴിയുമ്പോൾ അതിന്റെ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അതെ. പക്ഷെ ഇവിടെയാണ് നമ്മൾ ഇസ്ലാമിന്റെ ഒരു ദൈവികമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശത്തിന്റെ ഒരു പ്രസക്തി നമ്മൾ കാണുന്നത്. അതെ. ഇപ്പം നമ്മൾ 1400 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഹോട്ട് ടോപ്പിക് ഇസ്ലാമാണ്. വിമർശിക്കാനാണെങ്കിലും അതെ. ഇപ്പൊ ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരുപാട് വിമർശകരുണ്ട്. അവർ വിമർശിക്കുന്നു, അതിന് മറുപടികൾ വരുന്നു. ഇപ്പോഴും ഹോട്ട് ടോപ്പിക് ഇസ്ലാമാണ്. അതായത് ഇന്നലെ വന്ന ഒരു പ്രത്യയശാസ്ത്രം പോലെ, ഉം. അതായത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വന്നൊരു സാധനം ആളുകൾ പെട്ടെന്ന് വരുമ്പോൾ ഉണ്ടാവുമല്ലോ, അതിന്റെ ഒരു പോളറൈസേഷൻ ഉണ്ടാവുമല്ലോ, ഉം. എതിർത്തും അനുകൂലിച്ചും. ആ ഒരു ഫ്രഷ്നെസ്സിൽ ഇസ്ലാം ഇന്നും ചർച്ച ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1400 വർഷം കഴിഞ്ഞു. അതിന് കാരണം എന്താ വെച്ചാൽ ഇതില് എന്തുണ്ട്? ഇതിപ്പോ സാധാരണ എല്ലാരും ഒരു ഭയങ്കര ഒരു എടങ്ങേറ് പോലെ പറയും. എന്ത് വിഷയം ഉണ്ടായാലും അതിൽ ഇസ്ലാം എങ്ങനെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം വന്നാൽ അതിലും ഇസ്ലാം, അല്ലെങ്കിൽ നിയമങ്ങളുടെ എല്ലാത്തിലും. കാരണം ഇസ്ലാമിൽ എല്ലാത്തിലും ഒരു സ്റ്റാൻഡ് ഉണ്ട്. അതിൽ ഈ പറഞ്ഞ 2 എക്സ്ട്രീമുകൾക്കും മിഡിൽ ആയിക്കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഫെമിനിസമോ മെനിനിസമോ കംപ്ലീറ്റ്ലി ഇക്വാളിറ്റിയിൽ മാത്രം ബേസ് ചെയ്തുകൊണ്ട് മെനിനിസം അതിന് അതിന്റേതായ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ഫെമിനിസത്തിന് അതിന്റേതായ പ്രശ്നങ്ങളുണ്ട്. ഫെമിനിസത്തിന്റെ പ്രശ്നങ്ങളാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മെൻസ് റൈറ്റ് ആക്ടിവിസ്റ്റുകളുടെ ഉയർച്ചയിലേക്ക് അടക്കം എത്തിച്ചിട്ടുള്ളത്. പല ആളുകളും ഇപ്പൊ ജപ്പാനിലൊക്കെ മിക്ടോ മൂവ്മെന്റ്, ജപ്പാൻ മാത്രം പല സ്ഥലങ്ങളിലായിട്ട് മിക്ടോ മൂവ്മെന്റ്, മെൻ ഗോയിങ് ദെയർ ഓൺ വേ, അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ പോയിക്കോളാം എന്ന് പുരുഷന്മാർ പറയുകയും അവിടെ സ്ത്രീകൾക്ക് അത് വലിയ പ്രയാസമാവാനും കാരണം ഈ റാഡിക്കൽ ഫെമിനിസം കൊണ്ടാണ്.